ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് ഡേ 3 ഇൻ ബാംഗ്ലൂർ. അപ്പോൾ ഇന്നത്തെ മെയിൻ പ്ലാൻ വന്നിട്ട് എനിക്ക് നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യണം. കാറ്റി നെയിൽസ് ആണ് കേട്ടോ ചെയ്യേണ്ടത്. അതവിടെ ഉണ്ടോയെന്ന് പോലും അറിയില്ല. നമ്മൾ നെക്സസ് മോളിലേക്കാണ് പോകുന്നത്. പിന്നെ എൻ്റെ സിസ്റ്ററിൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഡ്രസ്സ് എടുത്ത് കൊടുക്കണം. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ നമ്മളങ്ങനെ ഉറങ്ങി എണീറ്റ് ആസ് യൂഷ്വൽ പോലെ തന്നെ നമ്മൾ ഒരു വൈകിട്ടൊക്കെ ആയപ്പോൾ ഊബർ ബുക്ക് ചെയ്ത് ഇപ്പോൾ ദാ നെക്സസ് മോളിലേക്ക് പോവാണ്. ഇന്ന് പിന്നെ അത്ര കാര്യമായിട്ട് ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വേഗം തന്നെ മോളിലെത്തി. ഇനി മോളിൽ ചെന്നിട്ട് വേണം നെയിൽ എക്സ്റ്റൻഷൻ്റെ സംഭവം അവിടെ ഉണ്ടോ എന്ന് നോക്കാനായിട്ട്. ഞാൻ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനെ എനിക്കൊന്നും കിട്ടിയില്ല. ഇനിയും മേ ബി ഉണ്ടെങ്കിലോ. അപ്പോൾ പോയി നോക്കാം. മോളിലെത്തിയപ്പോഴാണെങ്കിലോ ഭയങ്കര തിരക്ക്. എനിക്ക് തോന്നുന്നു മെയ് 1 ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. മിനിസോലൊക്കെ നല്ല തിരക്കാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നടന്നപ്പോഴത്തേക്കും നെയിൽ എക്സ്റ്റൻഷൻ്റെ ഔട്ട്ലെറ്റ് കിട്ടി. അങ്ങനെ 3.5 hours ആണ് ഈ നെയിൽസ് ചെയ്യാനായിട്ട് ഞാൻ ഇരുന്നത്. അതിൻ്റെ ഇടയിൽ ഓൻ പോയിട്ട് ഓരോന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ അടുത്ത് തന്നെ വന്നിരുന്നു കേട്ടോ. അങ്ങനെ നെയിൽസൊക്കെ ചെയ്ത് കഴിഞ്ഞു. എനിക്ക് സംഭവം നല്ല ഇഷ്ടമായി. എനിക്ക് ഡാർക്ക് ബ്ലൂ കളറിൽ ചെയ്യണം എന്നായിരുന്നു. ആ ഒരു കളർ അവിടെ അവൈലബിൾ ആയിരുന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ റെഡിൽ കാറ്റ് നെയിൽസ് ചെയ്തു. സംഭവം നല്ല രസമുണ്ട്. റിയലായിട്ട് കാണാൻ ഒന്നുകൂടെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ വെസ്റ്റ് സൈഡിൽ പോയിട്ട് അവർക്ക് എല്ലാവർക്കും ഡ്രസ്സ് എടുക്കണമല്ലോ. അങ്ങനെ അവർക്കൊക്കെ ഡ്രസ്സ് പർച്ചേസ് ചെയ്തു. അങ്ങനെ ഈ ഒരു ഡേ കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിൽ പോയി. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് ഡേ 4 ഇൻ ബാംഗ്ലൂർ. ഇന്ന് നമ്മൾ പ്ലാൻസ് ഒന്നും ഇല്ലാണ്ട് റൂമിൽ എന്നെ സ്പെൻഡ് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്. അങ്ങനെ നമ്മളിതായപ്പോൾ ഒറ്റ മൈൻഡിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ അനിയത്തിയുടെ ഫ്രണ്ടിന് പെട്ടെന്ന് കാത് കുത്തണം എന്നൊരു പ്ലാൻ. അങ്ങനെ ഞങ്ങൾക്കും പെട്ടെന്ന് ഒറ്റ മൈൻഡ് കയറിയിട്ട് എന്തെങ്കിലും ടാറ്റോ പിയേഴ്സിംഗ് ഒക്കെ ചെയ്യണമെന്ന് വന്നു. അങ്ങനെ ഓൻ്റെ പ്ലാൻ മാറിയിട്ടോ നാളത്തേക്ക് മാറ്റി വെച്ചിട്ടോ. പക്ഷെ നമ്മൾ വിട്ടുകൊടുത്തില്ല. ഒറ്റ മൈൻഡിൽ അത് മഴയത്ത് ഇവിടെ കുറച്ച് ദൂരമുള്ളൂ. അങ്ങനെ ഒരു സ്ഥലമൊക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ടാറ്റും പിയേഴ്സിംഗ് ഒക്കെ ചെയ്യാനായിട്ട് വന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ടാറ്റു ചെയ്യാനായിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ചെയ്ത ടാറ്റു ഞാൻ കുറേ നാളായിട്ട് എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന ഒരു ടാറ്റു ആണ്. ഗോഡ് സ്പീഡ് എന്ന് പറഞ്ഞിട്ടുള്ള റൈറ്റിംഗ് ആണ് കേട്ടോ. പിന്നെ ഒരു ബോ ആണ്. അത് എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് ഫീൽ ചെയ്ത് വന്നപ്പോഴും അതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. പിന്നെ ഉള്ളൊരു ടാറ്റു ഞാൻ വരുന്ന വഴിക്ക് എനിക്ക് അങ്ങനെ പെട്ടെന്ന് സ്ട്രൈക്കായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. പിന്നെ ടാറ്റുവിൻ്റെ പെയിനൊക്കെ എനിക്ക് കുഴപ്പമില്ല. കാരണം ഞാൻ ഓൾറെഡി വേറെ ടാറ്റൂസൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്നാലും ചെറിയ പെയിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മൈൻഡിലാണെങ്കിൽ സെപ്റ്റം ചെയ്യണമെന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. എന്താ വെച്ചാൽ സെപ്റ്റം ഞാൻ കുറേ നാളായിട്ട് പിയേഴ്സ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഫേസിന് മാച്ച് ആകുമെന്നൊക്കെ ആലോചിച്ചിട്ടാണ് അങ്ങനെ വെയിറ്റ് ചെയ്തത്. അങ്ങനെ എൻ്റെ സിസ്റ്ററും ബെല്ലി ബട്ടൺ ചെയ്യണമെന്നും പ്ലാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ സിസ്റ്ററിൻ്റെയും കുറേ നാളായിട്ട് വിഷ് ലിസ്റ്റിലുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ ബെല്ലി ബട്ടൺ. കുറേ നാളായി അവളിങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താ വെച്ചാൽ അവൾ ഇതേപോലെ തന്നെ പെയിൻ എങ്ങനെയായിരിക്കും, പിന്നെ മെയിനായിട്ട് പെയിനേക്കാളും കൂടുതൽ ഇത് നമ്മൾ ആഫ്റ്റർ കെയർ നന്നായിട്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് അവളിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നത്. അങ്ങനെ ബെല്ലി ബട്ടൺ പിയേഴ്സിംഗ് ഒക്കെ ചെയ്തു. അവൾക്ക് വലിയ പെയിനൊന്നും ഇല്ല കേട്ടോ. ഇനി കെയറിങ് മാത്രം ചെയ്താൽ മതി. അങ്ങനെ ഞാനും ഫൈനലി സെപ്റ്റം പിയേഴ്സ് ചെയ്തു. ഞാനിങ്ങനെ പെയിൻ ആലോചിച്ചിട്ട് തന്നെയാണ് ഇത്ര നാൾ വെയിറ്റ് ചെയ്തത്. പിന്നെ എൻ്റെ ഫേസിന് മാച്ച് ആവുമോന്നും വേണമായിരുന്നു. പക്ഷേ ഫേസിനൊക്കെ മാച്ചായി സംഭവം. എനിക്ക് അവർ വലിയ റിങ്ങാണ് ഇട്ട് തന്നെ. അതെനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തു. എന്താ വെച്ചാൽ ഇത് ഹീലാവണം വരെ ഞാനിത് വെയർ ചെയ്തുകൊണ്ട് നടക്കണം. അപ്പം മേ ബി ഞാനിത് മാറ്റാനായി ചാൻസ് ഉണ്ട്. പിന്നെ എപ്പോഴെങ്കിലും ഞാൻ പിയേഴ്സ് ചെയ്യുമായിരിക്കും. പെയിൻ ഒട്ടും ഇല്ല കേട്ടോ. എൻ്റെ ഹിൽസ് പിയേഴ്സിങ് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും എനിക്കൊരു പെയിനേ അല്ല. ആ ഒരു റിങ്ങിൻ്റെ പ്രോബ്ലം മാത്രമേ എനിക്കുള്ളൂ. എന്താ വെച്ചാൽ എൻ്റെ നല്ല കുഞ്ഞ മൂക്കാണ്. എന്നിട്ട് അവർ നല്ല വലിയ റിങ് ഇട്ടു. അതുകൊണ്ട് മേ ബി ഞാനത് മാറ്റും. അപ്പോൾ ഞങ്ങളുടെ ബാംഗ്ലൂർ ഡേയ്സ് കഴിഞ്ഞു കേട്ടോ. നാളെ നമ്മൾ റിട്ടേൺ പോകും.